ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 44-45 വാക്യങ്ങൾ. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം ഒരേ വിധത്തിലാണ് യേശുവിൻ്റെ പീഡാസഹന പ്രവചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരുടെ പ്രതികരണത്തിനാണ് വിശുദ്ധ ലൂക്ക ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന അതിശക്തമായ ഒരു ആഹ്വാനത്തോടെ നൽകപ്പെട്ട ഈ പ്രവചനത്തിന് ശിഷ്യരിൽ നിന്ന് വിശ്വാസപരമായ പ്രതികരണം ഒന്നുമുണ്ടായില്ല. കാരണം അതിൻ്റെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നതിലെ ഏൽപ്പിക്കപ്പെടുക എന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവമാണ് ഏൽപ്പിക്കുന്നത് എന്ന ദൈവശാസ്ത്ര വ്യാഖ്യാനവും അടുത്തുതന്നെ നടക്കുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമായി ഇത് മാറിയിരിക്കുന്നു എന്ന ചിന്തയുമാണ്. സാധാരണഗതിയിൽ സംശയമുണ്ടാകുമ്പോൾ യേശുവിനോട് ചോദിച്ച് സംശയം തീർക്കുന്ന ശിഷ്യന്മാർ ഇപ്രാവശ്യം മൗനം പാലിക്കുന്നു. അവർക്ക് കേൾക്കുവാൻ ഇഷ്ടമില്ലാത്ത കാര്യമായതിനാലാണ് അവർ മൗനം പാലിച്ചത്. മനുഷ്യപുത്രന് സഹനത്തിൻ്റെ ആവശ്യമെന്തെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. കാരണം അവരുടെ ചിന്തകൾ തികച്ചും മാനുഷികമായിരുന്നു. അതോടൊപ്പം ഈ പ്രവചനം സ്വീകരിക്കുവാൻ അവർ ഒരുങ്ങിയിരുന്നില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ് യേശുവിനെ ബന്ധിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും ശിഷ്യരിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ. സഹനത്തെക്കുറിച്ച് നിഷേധാത്മകമായി ചിന്തിക്കുകയും അതിനെ നേരിടാനുള്ള ധൈര്യമില്ലാതെ വിഷമിക്കുകയും തന്മൂലം ആവുന്നത്ര സഹനം ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവവും ചെയ്യേണ്ടിയ കാര്യങ്ങളും ഇവിടെ വ്യക്തമാണ്. സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സഹനവേളകളിൽ തടസ്സം പറയാതെ ദുഃഖിതരാകാതെ വിശ്വാസം ഏറ്റുപറയുവാൻ കഴിയണം. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് സഹനം. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുമായി സഹകരിക്കുന്ന ഏത് വ്യക്തിക്കും സഹനത്തെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ സഹനത്തെ ഭാവാത്മകമായി കാണുവാനും യേശുവിൻ്റെ കരം പിടിച്ച് അവനോടൊപ്പം നടക്കുവാനും കഴിയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ് നാം ചെയ്യുന്നത്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മനുഷ്യരുടെ കരങ്ങളിലേക്ക് തൻ്റെ ഏകപുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്. പിതാവായ ദൈവത്തിൻ്റെ ആഴമേറിയ ആ സ്നേഹം വഴി മനുഷ്യവർഗം രക്ഷ പ്രാപിച്ചു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്താലും ഉത്ഥാനമെന്ന മഹാരഹസ്യമാണ് അതിൻ്റെ അനന്തരഫലം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനം ഈ ഉത്ഥാനമാണ്. യേശുവിൻ്റെ രക്ഷാകര കർമ്മങ്ങളെ സഭയിലൂടെ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന നാം നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെയും ഇവ നിറവേറ്റേണ്ടിയിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന നാം സഹനത്തെയും വേദനയെയും മരണത്തെയും എപ്രകാരമാണ് വീക്ഷിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മമായ സഹനത്തോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണം? ഈശോയെ, അനുദിന ജീവിതത്തിലെ കുരിശുകളെ നിന്റെ കുരിശോട് ചേർത്ത് അവ രക്ഷാകരമാക്കുവാൻ എന്നെ സഹായിക്കണമേ.